ഞാനപ്പോഴത്തേക്ക് എൻ്റെ രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞു. ഇവിടുത്തെ മുനിസിപ്പൽ ഓഫീസാണ് ആ ഫ്ലാഗുമായിട്ട് കാണുന്നത്, ഫ്ലവറുമായിട്ട്. മറ്റേ ടവർ അപ്പുറത്തുള്ളത്. ഇത് നേരത്തെ ഇവിടം തൊട്ട് ഇത് സെൻറ്റ് ജോൺ എന്ന് പറയുന്ന ഒരു പള്ളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അങ്ങപ്പുറത്ത് അവിടെയാണ് മറ്റേ ഒറിജിനൽ കത്തീഡ്രൽ പള്ളി ഉള്ളത്. ആ കാണുന്ന ഗോപുരം കണ്ടുല്ലോ. ഇത് സെൻറ്റ് ജോണിൻ്റെ പള്ളിയായിരുന്നു. പക്ഷേ ഇപ്പോഴതൊരു മ്യൂസിയമായിട്ട് മാറ്റിയിരിക്കുകയാണ്. എന്താ ഇപ്പോൾ ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. ഇതൊരു മിഡീവൽ ഐ എം കമ്മിങ് പാപ്പ. ഇതൊരു മിഡീവൽ കൺസ്ട്രക്ഷൻസാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളതാണ്. നിങ്ങൾക്കത് അറിയാം. ഇപ്പോഴത്തേതല്ല. അത് ആ ചെറിയ ബാൽക്കണിയും ആർച്ച് ഉള്ള ജനാലകളും ബാൽക്കണികളും, ഈ ബാൽക്കണിയിലോട്ട് ഇറങ്ങാനുള്ള ഡോറ്, ആർച്ച്, വിൻഡോസ്. ഇവിടുത്തെ മുനിസിപ്പൽ ഓഫീസാണ് ഇതാ കാണുന്ന ഫ്ലാഗ് തൂക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തൊന്ന് കയറാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് ലെറ്റ് മീ ഗോ ആൻഡ് ഹാവ് എ ലുക്ക്. ഓക്കെ, ഇതിവിടുത്തെ കണ്ടല്ലോ, നല്ല നല്ല നമുക്ക് ഒരിക്കലും നമുക്ക് ബോറാവില്ല പുറത്തേക്ക് വന്നാൽ. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് എക്സിബിഷൻ പ്രിപ്പയർ ചെയ്യുന്നു. അതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല എന്ന് ആൾ പറയുന്നു. ഈശോമിശിഹായ, അത് ശരി. 21 മാർച്ച് തൊട്ട് 13 ഏപ്രിൽ വരെ. ഇപ്പം ഇന്നലെ തീർന്നത്, കഴിഞ്ഞതാണ്. എക്സിബിഷൻ ആയിരുന്നു. ഇങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ഉള്ളതാണേ. ഓഹോ, ഇത് ഇവിടുത്തെ തൊട്ടി, മാമദീസ തൊട്ടിയാണ്. ആണോ? അല്ല, ഇത് ആനമല്ല ഇടുന്നതാണ് സംഭവം, മാമദീസ തൊട്ടിയല്ല. അപ്പോൾ ഇതിങ്ങനെ ഏതാണ്ട് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം ഒരു റിമൂവ് ചെയ്യുകയാണ്. അതിൻ്റെ മേൾവശമൊക്കെ കണ്ടോ? ഇവിടെ ഇതാണ് സംഭവം. എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിബ്ലിക്കൽ സ്റ്റോറീസാണ് ഈ കൊത്തി വെച്ചിരിക്കുന്നത്, മനോഹരമായിട്ട്. ഓ, പെയിൻറ്റിങ്ങുകൾ. അത് കഴിഞ്ഞിട്ട് സൈഡ് ഓൾട്ടർ കണ്ട? അല്ല, അതാണ് മെയിൻ ഓൾട്ടർ. ഇത് സൈഡ് ഓൾട്ടർ. ഞാൻ വിചാരിച്ച് വന്ന് കയറുമ്പം ഇവിടെ കുർബാന അർപ്പിക്കുന്നില്ല. ഇവിടെ വ്യാകുല മാതാവ് ആണുള്ളത്. വണ്ടർഫുൾ. എക്സിബിഷൻ കഴിഞ്ഞ് ഇതെല്ലാം കട്ടിപ്പറക്കി കൊണ്ടുപോവാണ് അവർ. കഷ്ടമായിപ്പോയി. ഇപ്പം നാളെ ഇല്ല. ഞാൻ ഇവിടെ നാളെ കഴിഞ്ഞ് വലിയ മഴയാണെന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ നിൽക്കില്ല ഇവിടെ, ഞാൻ പോവുക തന്നെ ചെയ്യും. അത് നല്ല രസമായിരുന്നു ആൾക്കാര കാണാനായിട്ട്. എന്തു ചെയ്യും, മോൾവശമൊക്കെ കാണും നിങ്ങൾ. അതാ അവിടെ ആ പെയിൻറ്റിങ് കണ്ടില്ലേ. പിന്നെ ഇതെന്ന് പറയണത് ആ ആൾക്കാര കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷേ കാണാനൊരു മാർഗവും കാണുന്നില്ല. പോയി നോക്കട്ടെ. വേറെ എക്സിബിഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം മാറ്റിക്കൊണ്ട് പോവാണ്. ഓ, അതിനകത്ത് കൂടെ ഇച്ചിരി നമുക്കതൊന്നും തൊടാൻ അനുവാദമില്ലല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. പോട്ടെ. ഇത് പുൾപിറ്റ്. പിന്നെ ഇതൊരു സൈഡ് ഓൾട്ടറാണ്. സക്രാരിയുണ്ട്. ഇതിലിപ്പോൾ ഈശോയില്ല. ഇതിപ്പോൾ പള്ളിയല്ല എനിമോർ. ഇതൊരു മ്യൂസിയം നടത്താനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. കഴിഞ്ഞു, അവരെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ കുമ്പസാരക്കൂടെന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തരാം. അച്ഛനിങ്ങനെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അച്ഛനിങ്ങനെ ഈ നടുക്ക്. അപ്പോൾ അച്ഛൻ്റെ മുഖം നമ്മൾ കാണുന്നില്ല. ഇതാണ് അതിൻ്റെ ഡോറ്. അതങ്ങോട്ട് ഇങ്ങനെ തുറക്കാമല്ലോ. കണ്ടോ? മനസ്സിലായില്ലേ? ഇതിങ്ങനെ തുറക്കും. എന്നിട്ട് അച്ഛൻ അവിടെ ഇരിക്കും. അച്ഛൻ്റെ ഇരിക്കാനുള്ള സീറ്റാണ് ആ കാണുന്നത്. കംഫർട്ടബിളായിട്ടുള്ളതാണ്. നമ്മൾ ഇവിടെയാണ് മുട്ടുകുത്തിക്കേണ്ടത്. ഇവിടെ ഈ നെറ്റ് മാതിരി ഉണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. ആ നെറ്റുണ്ട്, അതിൽ കൂടെ സംസാരിക്കാം. നമ്മൾ ഇവിടോട്ട് കയറി ഇതുമേ മുട്ട് കുത്തിക്കണം. അല്ലെ ഇതിൽ കയറി ഇരുന്നാലും നമ്മുടെ മുഖം അവിടെ ചെല്ലുന്നത്. വളരെ മനോഹരമായിട്ടാണ് കുമ്പസാരക്കൂടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 അച്ഛന്മാർക്ക് ഇരിക്കാനുള്ള സംവിധാനമാണിത്. അതാ, ഒരച്ഛൻ അവിടെ ഇരിക്കും. പിന്നെ എൻ്റെ മേളത്തെ വർക്കൊക്കെ നോക്കിക്കോളും.
ഒരച്ഛനും ഇവിടെ ഇരിക്കും. 2 അച്ഛന്മാരാണുള്ളത്. നമുക്ക് ലൈനായിട്ട് ഓരോ സൈഡിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോൾ മറ്റേ സൈഡിലോട്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ സാധാരണ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ റെയിൽ, ഇതൊക്കെ പണ്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എല്ലാവരും നേരെ മുൻവശത്ത് നിന്ന് കുമ്പസാരിച്ചിട്ട് നമ്മൾ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. കുമ്പസാരിച്ചിട്ട് ഇവിടെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ തടികളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ്. ഒരു കേടുപാടും വന്നിട്ടില്ല. വർക്ക് നോക്കണം. ഇതാ ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ? മുൻവശം കണ്ടോ? അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നല്ലതായിരിക്കും. അത് ഇപ്പം എനിക്ക് ഒന്നും കൂടെ കാണാം കേട്ടോ. ആൾക്കാരെ ഒന്ന് സൂമിൻ ചെയ്ത് നോക്കട്ടെ. വാ, ഇവരാ മുൻവശം മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു. അത് നടക്കാൻ പോകണില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നമുക്കെന്നാ പുറത്തേക്ക് പോയേക്കാം. ഇത് കണ്ടോ, പള്ളിയുടെ അകത്തെ ആ ആർട്ട് വർക്ക് കാണണമെങ്കിൽ തന്നെ അത് തന്നെ ഉണ്ട് ഒരു സംഭവം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇനി ഇതെടുക്കട്ടെ. പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് ആൾ കയറി വരുന്ന അത് കണ്ടോ, ആർച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഡോറിൻ്റെ അവിടെ ഉള്ളതാണിത്. അത് ശരി, പോയസിയ ദി ഫ്രാഞ്ചസ്കോ ബി, അതാണ് സഹോദരൻ. ഒരു ഫ്രാഞ്ചസ്കോ ബി എന്ന് പറയുന്ന ഒരു പോയറ്റിൻ്റെ വർക്കാണ് ഇവിടെ. അത് മുഴുവൻ എഴുതി അതാ അവിടെ ഒട്ടിച്ച് വെച്ചിരുന്നത് കേട്ടോ. 21 മാർച്ച് തുടങ്ങി 13 ഏപ്രിൽ വരെയായിരുന്നു. നല്ല കാര്യം. അതിൻ്റെ കഥ കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പേഷ്യൻസ് എന്നോടുള്ളത് അത് ഭയങ്കര സംഭവം തന്നെ. പുള്ളിയുടെ സ്ഥലമാണല്ലോ, ഇവിടെ വളർന്ന ആളാണല്ലോ. ഇതൊക്കെ ഒരു പുതുമയല്ല. എനിക്കതൊരു വലിയ, എനിക്ക് എല്ലാം കാണുന്നത് എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ പുള്ളി എന്നെ കാത്തത് ഇവിടെ അങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തണുപ്പും ഉണ്ട് എന്ന് പറഞ്ഞാൽ. ദാറ്റ് വാസ് ഈ പോയസ ദി ഫ്രാഞ്ചസ്കോ ബി, ദ Poyesa di Francesco B. Poesia, sì.